ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ നെന്മാറയ്ക്കൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു കേട്ടോ. അമ്മേനെയൊന്ന് കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ ചരിപ്പറമ്പ് പാടമൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിൽ കാരണം എല്ലാവിടെയും നന്നായി ഉണങ്ങി കിടക്കുന്നുണ്ട്. ഒരു തീപ്പൊരി മതി മൊത്തത്തിൽ പിടിക്കണ്ട, അത്രയും ചൂടായിട്ട് കിടക്കുന്നുണ്ടോ. നേരത്തെ ഉള്ളവിടെയൊക്കെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ അണച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ. അങ്ങനെ അത്രയും വെയിലാണ് കേട്ടോ. അപ്പം മീനൂട്ടിയാണെങ്കിൽ പിന്നെ ഒക്കിന്നൊരു ഇറക്കവും ഇല്ല കേട്ടോ. മീനൂട്ടി അങ്ങനെ സ്റ്റാൻഡ് തട്ടിയ പോലെ പൊക്കിലിരിക്കും കേട്ടോ. മീനൂട്ടി ഇതാ ഞാൻ വെച്ച പൂവാണ് കേട്ടോ. മീനൂട്ടി വാശി പിടിച്ച് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു പൊട്ടിക്ക് നടക്കില്ല. അപ്പോൾ നടക്കാനായിട്ട് നമ്മളൊരു ഐഡിയക്ക് ഉണ്ട് കേട്ടോ, ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ കടയിൽ വന്നിട്ടുണ്ട്. കുറച്ച് എന്തെങ്കിലും മുട്ടായി വാങ്ങിച്ചാലാണ് മീനൂട്ടി ബസ്സിലാണെങ്കിലും മിണ്ടാതിരിക്കുള്ളൂ കേട്ടോ. ഭയങ്കര ഷാടിയാണ് കേട്ടോ ബസ്സിൽ പോകുകയാണെങ്കിലും. അപ്പോൾ നമ്മുടെ ഹൈവേ എത്തിയിട്ടുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. മീനൂട്ടി ഇതെപ്പോൾ ഇറങ്ങണ കാണിച്ചു തരാം കേട്ടോ. ഒരു 2 മിനിറ്റ് മാത്രമേ ഇറങ്ങി നിൽക്കുള്ളൂ കേട്ടോ. ബസ് വരാനായിട്ടുണ്ട്. സമയം കണ്ട റൈഡിങ്ങിന് പോണ കുട്ടികളാണ് കേട്ടോ. കുറേ പേര് പോകുന്നുണ്ട് കേട്ടോ. മീനൂട്ടി ഇത് ഇറങ്ങിയിട്ടുണ്ട്. മീനൂട്ടി ഇതാവും മുട്ടായിക്ക് അതിപ്പം തന്നെ കഴിയുന്നുണ്ടോ. അത് കഴിഞ്ഞാൽ വീണ്ടും ഒക്കെ കയറുണ്ടോ. നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ് ചെറുപ്പം മുതലേ നമ്മുടെ റൂട്ട് ഓടുന്ന ബസ്സാണ് കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞത് ഈ ബസ്സിൽ പോകാൻ തുടങ്ങിയിട്ട് ഇന്നും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബസ്സിൻ്റെ പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മീനൂട്ടി നല്ല തിരക്കാണ്, എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ. മീനൂട്ടി ഇതാ ഒരു ചേച്ചിൻ്റെ മടിയിലും ഉണ്ടാവാതിരിക്കാനുണ്ട്. അപ്പോൾ നെന്മാറ എത്തി എന്തെങ്കിലും അമ്മയ്ക്കൊന്ന് എപ്പോഴും നമ്മൾ വാങ്ങിച്ചിട്ട് പോകാറേ പതിവ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഷുഗറാണ്, അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്ക് റസ്ക്കാണ് പ്രിയം, പിന്നെ മിച്ചറാണ് കേട്ടോ. പപ്സൊക്കെ അടിപൊളിയുണ്ടോ, നല്ല ടേസ്റ്റാണ്. അവിടെ തന്നെ ഉണ്ടാക്കുന്ന റസ്ക്, പപ്സ്, കട്ട്ലറ്റ്, അങ്ങനെ ബണ്ണ്, കേക്ക്, എല്ലാ സാധനങ്ങളും മിക്കവാറും ഒക്കെ അവിടെ തന്നെയാണ് ഉണ്ടാക്കിയത്. ബിസ്ക്കറ്റുകളൊക്കെ അവിടെ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ കട. അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാ സാധനവും കേട്ടോ. അവിടെ തന്നെ ഉണ്ടാക്കുന്നത് കാരണം നല്ല വെറൈറ്റി സാധനങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് പാലത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. നടക്കാൻ പറഞ്ഞാൽ പ്രത്യേക കാഴ്ചയാണ്. ഭാവിയിലൊരു വീട് കെട്ടാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇതുപോലത്തെ ഒരു വീട് കെട്ടണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. നല്ല തണുപ്പാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഒരു പ്രത്യേക കല്ലാണ്, മൺകല്ലാണ് കേട്ടോ. മണ്ണിൻ്റെ അതുപോലത്തെ ഒരു കല്ലാണ്. അതിന് കളർ കൊടുക്കുക, പെയിൻ്റ് അടിക്കുക ഒന്നും ചെയ്യേണ്ട, അതേ കല്ല് തന്നെയാണത്. അത് ഏതൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്, നമുക്ക് പേരൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ നല്ല തണുപ്പാണ്, കൂളിംഗ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തന്നെ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ സ്കൂളിലേക്ക് തിരുവിയാട് സ്കൂളാണ് കേട്ടോ. അതോ ഒരൊറ്റ പാടമുള്ളൂ നമുക്ക് സ്കൂളിലേക്ക് എത്താൻ. അവിടെ ബെല്ലടിച്ചാൽ നമുക്ക് വീട്ടിൽ കേൾക്കുന്നുണ്ട്, അത്ര അടുത്താണിത്. അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ച സ്കൂൾ അതാണ് കേട്ടോ. 10 വരെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തേക്ക് 7 വരെ ഉണ്ടായിരുന്നുള്ളൂ. 8ാം ക്ലാസ്സിൽ നമ്മൾ തലയോട്ടാമ്പാറ സ്കൂളിലാണ് കേട്ടോ പോവുക. ഇത് വന്നിട്ട് നമ്മുടെ പാടത്തിൻ്റെ കളയാണ്. ഈ കള ഞാൻ ചെറുപ്പത്തൊക്കെ ഇരിക്കുമ്പോൾ ഞണ്ടിൻ്റെ ബോട്ടിൻ്റെ ഉള്ളിടും കേട്ടോ. എന്നിട്ട് ആ ഞണ്ടിനെ കൊണ്ട് കടുപ്പിച്ചിട്ട് വെളിയിലേക്ക് എടുക്കുമ്പോൾ ഞണ്ട് വെളിയിലേക്ക് വരും. അങ്ങനെ ഒരുപാട് കളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടെത്തുമ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടോ കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ആൾ ഭയങ്കര കുഞ്ഞായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ടായിരുന്നു. ഇപ്പോൾ വെളിയിലാണല്ലോ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടി ചങ്ങലയൊക്കെ വാങ്ങിച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഉണ്ട് നേരത്തെ ഇവിടെ ഓൾറെഡി. അപ്പോൾ നമ്മൾ കാണിച്ചു തരട്ടെ. നമ്മളെ ഭക്ഷണം കഴിക്കണ്ട, നമ്മളെ കണ്ടത് ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ. ഒറ്റ പ്രാവശ്യം നേരത്തെ വന്നിട്ട് എടുത്തിട്ടുള്ളൂ. കാണിച്ചു തരാം കേട്ടോ ആളിനെ. നമ്മളെ കണ്ടത് വാലാട്ടി സ്നേഹത്തോടെ നിൽക്കണം. മനുഷ്യനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മൃഗങ്ങൾ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല കേട്ടോ. കാണിച്ചു തരാം ഞാൻ എവിടെയാണ് നോക്കുന്നത് കേട്ടോ. ഇതേ കണ്ടില്ലേ, ആൾ ഭയങ്കര ക്യൂട്ടായിട്ട് നമ്മളെ കണ്ടതും സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുക കേട്ടോ. അപ്പോൾ നമ്മൾ വീടെത്തി വന്ന പാടെ തന്നെ നല്ല കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. വെള്ളം കുടിച്ചാൽ നമ്മൾ പപ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച കുട്ടിയായിരുന്നു കേട്ടോ, അവിടെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവളോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് എന്ത് പപ്സാണെന്ന് പറയാൻ മറന്നു പോയിട്ടോ. അപ്പോൾ എന്താണ് നോക്കിയതാണ്, മുട്ട പപ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പപ്സ് കഴിച്ചാൽ മതി കേട്ടോ. പിന്നെയും ചോറൊന്നും വേണ്ട, അത്ര വലിയ പപ്സാണ് കേട്ടോ. ഈ പപ്സ് അവിടെ തന്നെ ഉണ്ടാക്കിയ പപ്സാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ മൂച്ചിയൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മരുന്നൊക്കെ അടിച്ചിട്ട് പോയിട്ട് അപ്പോൾ അത് കാരണം ചൊറിയില്ല, ഇല്ലെങ്കിൽ നല്ല ചൊറിച്ചിലായിരിക്കും കേട്ടോ. നമുക്ക് ഇവിടെയൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ വരുമ്പോഴേ അമ്മ പണിയിലായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അതിന് മുന്നേ തന്നെ നമ്മളൊരാളെ ഒരു സൗണ്ട് കേട്ടു കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഇനി അടുത്ത പണിയിലേക്ക് കിടക്കാൻ വെച്ച് അയാളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അത് മീനൂട്ടി ഉണ്ട്, അനുവും ഉണ്ട്, ഞാനും ഉണ്ട്. അത് ആളെത്തിയിട്ടുണ്ട് കേട്ടോ. തൊട്ടന്നെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഈ എക്കൻ്റെ ഐസ് സൂപ്പറായിരിക്കും കേട്ടോ. അടിപൊളി ഐസാണ്. കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സാധാരണ ഐസ് വാങ്ങുമ്പോൾ നന്നായി നമ്മളിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളമാണ് കാണുക കേട്ടോ. പക്ഷേ ഇതങ്ങനെയല്ല, കഴിയുന്നവരെയും പ്യുവറാണ് കേട്ടോ. സൂപ്പറാണ്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ചക്കയാണ് കേട്ടോ. മീനൂട്ടി വാങ്ങിച്ച സ്ട്രോബെറിൻ്റെയാണ്. 2 നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കാണിച്ചു തരട്ടെ. നല്ല ഈ എന്താ പറയുക, നല്ല മധുരമുള്ള ഐസ് തന്നെയാണ് കേട്ടോ. ഒരു വെറൈറ്റി ഐസാണ് ഈ കടയത്തെ. അപ്പോൾ നമ്മളിതാ പണി തുടങ്ങിയിട്ടുണ്ട്. അമ്മ കുറേ നേരമായിട്ടാണ് പണി ചെയ്യുന്നു. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നാണ്. നമ്മളെ വിളിച്ചിട്ട് ആരും പണിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണമാണ് അമ്മ തന്നെ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ അവിടെ ബയോഗ്യാസാണ് കേട്ടോ. പണ്ടൊക്കെ നേരത്തെയൊക്കെ വളമൊക്കെ കലക്കിയിട്ട് ഇതിൽ ഒഴിക്കും, വേസ്റ്റൊക്കെ. എന്നിട്ട് നമ്മൾ ഗ്യാസായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഒരുപാട് മാടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇരുട്ടാണ്. ഒരു വീഡിയോ നമ്മൾ എടുത്ത് കാണിക്കാൻ, പക്ഷെ താഴേക്ക് ഇറങ്ങാൻ ഒത്തിരി പാടാണ് കേട്ടോ. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല. അപ്പോൾ നേരത്തെ
ഇവിടെയൊക്കെ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡ് വന്നിട്ട് നമ്മൾ ബയോഗ്യാസ് പോലെ വേസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്, അങ്ങനെയാണ്. പിന്നെ ഇതേ ഒരു സാധനം കാണിച്ചു, ഒരു പഴയ ഒരു സാധനം കേട്ടോ, ഒരലാണ്. നമ്മൾ ഒലക്ക കൊണ്ട് ഇതിൽ കുത്തിയിട്ട് നെല്ല് ഇടിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് പുരാതന വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.